പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള, തമിഴ്നാട്, കർണാടകയിലേക്കാണ് അപ്രന്റീസ്ഷിപ്പ് വന്നിരിക്കുന്നത്. 1 ഇയർ ആണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് ഓർത്തിരിക്കുക. 18,000 ആണ് നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് ഓർത്തിരിക്കുക. മാർച്ച് 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 17-ാം തീയതി ക്ലോസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 28 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതർ ക്രൈറ്റീരിയയുടെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് അണ്ടർഗ്രൗണ്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എൽസെവെയർ. നേരത്തെ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷാൾ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 4 years ആഫ്റ്റർ പാസിംഗ് ഓഫ് ഗ്രാജുവേഷൻ ആൻഡ് കാൻഡിഡേറ്റ് ഷാൾ നോട്ട് ഹാവ് പ്രയർ ജോബ് എക്സ്പീരിയൻസ് ഫോർ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇനി സെലക്ഷൻ റൗണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ ഇന്റർവ്യൂ പ്രോസസ്സിങ്ങിന് വിളിക്കും. അങ്ങനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കും. ഇതൊരു നാറ്റ്സിന്റെ കീഴിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ ഇതിൽ വേറെ ലിങ്ക് ഒന്നുമില്ല അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ നാറ്റ്സിന്റെ വെബ്സൈറ്റിൽ കയറുക. നാറ്റ്സിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്ലൈ എഗൈൻസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് സെർച്ച് ചെയ്യുക. അവിടെ അപ്പോൾ നാറ്റ്സിൻ്റെ പോർട്ടലിൽ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. സോ ആ ഓപ്ഷനിൽ നിങ്ങൾ അവിടെ വ്യൂ എന്നും അപ്ലൈഡ് എന്ന് പറയുന്ന 2 സെക്ഷൻ വരും. അവിടെ അപ്ലൈഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അത്രയും ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ അപ്ലൈ ചെയ്യുക. താങ്ക് യു.